ഇരിങ്ങോൾക്കാവ് കേരളത്തിലെ 108 ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നായ ഇത് പരശുരാമൻ നിർമ്മിച്ചതാണെന്നാണ് ഐതിഹ്യം. ഏലം പാലയും കൂവളവും കരിമ്പനയും എല്ലാം ഇടതൂർന്നു നിൽക്കുന്ന വനത്തിൽ നടുവിലുള്ള ഒരു കാവ്. ദേവീ ചൈതന്യം വിളങ്ങുന്ന കാവും ദൈവാംശം കുടികൊള്ളുന്ന വൃക്ഷങ്ങളും മുത്തശ്ശി കഥകളിലെ കാട്ടുവഴികളും ചേർന്ന ഒരു കാനന ക്ഷേത്രമാണ് ഇരിങ്ങോൾക്കാവ്. 50 ഏക്കറിൽ പടർന്ന് പന്തലിച്ച് കാനന ശോഭ നിലനിർത്തുന്ന ഒരു കാവ്. എറണാകുളത്ത് നിന്ന് 35 കിലോമീറ്റർ അകലെ പെരുമ്പാവൂർ പട്ടണത്തിലാണ് ഈ കാവ് സ്ഥിതി ചെയ്യുന്നത്. ഈ കാവിൻ്റെ ഐതിഹ്യം എന്താണെന്നറിയോ? ദ്വാപര യുഗത്തിൽ അസുര രാജാവായ കംസൻ ദേവകിയുടെയും വസുദേവരുടെയും 8ാമത്തെ പുത്രനാൽ വധിക്കപ്പെടുമെന്ന് അറിയുകയാൽ ഗർഭിണിയായ തൻ്റെ സഹോദരിയെയും ഭർത്താവിനെയും കാരാഗൃഹത്തിൽ അടച്ചു. 8ാമത്തെ പുത്രനെ പ്രതീക്ഷിച്ചിരുന്ന കംസൻ പക്ഷേ ഒരു പെൺകുഞ്ഞിനെയാണ് കാണാൻ ഇടയായത്. ആ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ ആ കുഞ്ഞ് കംസന്റെ കയ്യിൽ നിന്ന് തെന്നി മാറി ആകാശത്തിലേക്ക് ഉയർന്നു. ഒരു നക്ഷത്രം പോലെ തിളങ്ങി. ആ വെളിച്ചം ആദ്യം വീണ സ്ഥലത്ത് ഭഗവതി വസിക്കുവാൻ വന്നു എന്ന വിശ്വാസത്തിനാൽ ഇരുന്നോൾ എന്ന പേര് ലഭിച്ചു. ഇരുന്നോൾ എന്ന പേര് കാലക്രമേണ ഇരിങ്ങോൾ എന്നായി മാറി.